സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഒരു വചനം വായിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് 5 മിനിറ്റ് സമയം ദൈവവചനം ധ്യാനിക്കുക. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം 90-ാം സങ്കീർത്തനം 3-ാം വാക്യം. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 90-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ മനുഷ്യ ജീവിത യാഥാർത്ഥ്യമാണ് കാണുന്നത്. എന്താണ് മനുഷ്യ ജീവിത യാഥാർത്ഥ്യം? ഇവിടെ എഴുതിയിരിക്കുന്നു, അങ്ങ് മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത് ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്നും നിർമ്മിക്കുന്നതാണ്. ഈ വാക്യത്തിൽ നാം വായിച്ചത് ആ സർവശക്തനായ ദൈവം ആ മനുഷ്യനെ വീണ്ടും പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു എന്നാണ്. ഇതോടെ അഥവാ ജനിച്ച മനുഷ്യൻ ഈ ഭൂമിയിൽ അവന് നൽകപ്പെട്ട നാളുകൾ അഥവാ ആയുസ് ജീവിച്ച് തീരുമ്പോൾ അവനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. എന്നാൽ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഈ വാക്യം. വീണ്ടും പറയുകയാണ്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നുവെന്ന്. ഇതാണ് പുനരുത്ഥാനം, ഇതാണ് ഉയർത്തെഴുന്നേൽപ്പ്. യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനത്തിന് മാതൃകയായി. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ 3 പേരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് മനുഷ്യന് ഒരു പുനരുത്ഥാനമുണ്ടെന്ന് കാണിച്ചു തന്നു. മനുഷ്യ ജീവിതം പല ജീവിത ഘട്ടങ്ങളിലൂടെയാണ് ദൈവഹിതത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത്. ഒരു മനുഷ്യന് ജനനം തന്നെ 5 വിധത്തിലാണ്. ഒന്നാമതായി, ഒരു മനുഷ്യൻ്റെ ജനനം നടക്കുന്നത് ദൈവ ഹൃദയത്തിലാണ്. രണ്ടാമതായി, ആ മനുഷ്യൻ ദൈവഹൃദയത്തിൽ നിന്നും അമ്മയുടെ ഉദരത്തിലേക്ക് ജനിക്കുന്നു. മൂന്നാമതായി, ആ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു. നാലാമതായി, ആ മനുഷ്യൻ വീണ്ടും ജനിക്കുന്നു. അതെ, വീണ്ടും ജനനം. ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള വീണ്ടും ജനനം. യേശു ഇത് നിക്കോദേമസിനോട് പറയുകയുണ്ടായി, നീ വീണ്ടും ജനിക്കണമെന്ന്. ഇത് 4-ാമത്തെ ജനനമാണ്. 5-ാമതായി, ഈ ഭൂമിയിലെ ജീവിതയാത്ര മനുഷ്യൻ അവസാനിക്കുമ്പോൾ അവൻ സ്വർഗരാജ്യത്തിൽ ജനിക്കുന്നു. അഥവാ ഭൂമിയിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നു. ഇങ്ങനെ 5 ജനനങ്ങൾ മനുഷ്യനുണ്ട്. ദൈവം ഈ ഭൂമിയിൽ അടക്കപ്പെടുന്ന മർത്യനെ വീണ്ടും വിളിക്കുന്നു. അതിനെ പുനരുത്ഥാനമെന്ന് പറയാം, ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയാം. ഈ സത്യമാണ് വേദപുസ്തകം നമുക്ക് കാട്ടിത്തരുന്നത്. നിത്യതയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നിത്യം വസിക്കുവാൻ, അഥവാ സ്വർഗത്തിൽ നിത്യം വസിക്കുവാൻ ദൈവം മർത്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇവിടെ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നത്. ഇതൊരു അരുളപ്പാടാണ്, ദൈവത്തിൻ്റെ അരുളപ്പാട്, സൃഷ്ടാവിൻ്റെ അരുളപ്പാട്. ആ അരുളപ്പാടിന് എല്ലാ മർത്യരും വിധേയരാണ്. നാം എല്ലാം അല്പായുസ്സുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നമുക്കൊരു പുനരുത്ഥാനമുണ്ട്. ആ പുനരുത്ഥാനത്തിലൂടെ നാം നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനായി നമുക്ക്
അത്യാവശ്യമായിരിക്കുന്നത് ഈ ഭൂമിയിലെ നമ്മുടെ അല്പായുസ്സുള്ള ജീവിതം ദൈവഹിതത്തിന് ഒത്തവണ്ണം നിറവേറ്റുക എന്നുള്ളതാണ്. അങ്ങനെയായിത്തീരുമ്പോൾ നാം നിത്യം ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ വസിക്കുവാനിടയാകും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തിരുവചനം കേട്ട എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും.